സ്ക്രീൻ കാണാനുണ്ടോ? ഓക്കെ, സോർട്ട് മെത്തേഡാണ് ലാസ്റ്റ് എടുത്തത്. ഇനി നമുക്ക് ഫങ്ഷൻസ് ഇൻ ജാവാസ്ക്രിപ്റ്റ് എടുക്കാനുള്ളത്. അപ്പോൾ ഫങ്ഷൻസ് എന്താണ്? നമ്മൾ ഫങ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മിനി പ്രോഗ്രാം, അതായത് നമ്മളൊരു പ്രോഗ്രാം എഴുതി ആ പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ കുറച്ച് ബ്ലോക്ക് ഓഫ് കോഡ്സ് എന്ത് ചെയ്യാണ്, ഒരു സെക്ഷനായിട്ട് ഒരു ഫങ്ഷൻ, ഒരു നെയിമൊക്കെ കൊടുത്തിട്ട് ഒരു കോഡ് ഒരു ബ്ലോക്ക് ആക്കിയിട്ട് നമ്മൾ അസൈൻ ചെയ്ത് വെക്കാം. നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ വേറൊരു പ്രോഗ്രാം എന്ന് പറയാം, അതാണ് മിനി പ്രോഗ്രാം എന്ന് പറയാം. അതിനാണ് ഫങ്ഷൻസ് എന്ന് പറയാം. അപ്പം എന്താ, നമുക്ക് ഈ ഫങ്ഷൻസ്, അതായത് ചില പെർട്ടിക്കുലർ ആയിട്ടുള്ള ഓപ്പറേഷൻസ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യേണ്ട കാര്യമില്ല. എന്ത് ചെയ്താൽ മതി, ഈ ഫങ്ഷനിൽ നമ്മൾ ഈ ഫങ്ഷൻ്റെ ഉള്ളിൽ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ ലോജിക്ക് പറഞ്ഞു കൊടുത്താൽ മതി. അതിന് ശേഷം നമുക്ക് ആ ലോജിക്ക് അല്ലെങ്കിൽ ആ ഓപ്പറേഷൻ നമുക്ക് ആവശ്യമുള്ള ടൈമിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ഈ ഫങ്ഷനെ കോൾ ചെയ്താൽ മതി. ഓക്കെ, അതാണ് ഫങ്ഷൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം, ഫങ്ഷൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പോൾ എന്താണ് ഫങ്ഷൻ? ഒരു മിനി പ്രോഗ്രാം, ഒരു പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ തന്നെ വരുന്ന ഒരു മിനി പ്രോഗ്രാം ആണ്. നമുക്ക് ആവശ്യമുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ബ്ലോക്ക് ഓഫ് കോഡാണ് ഇതിനകത്ത് എഴുതാം. അപ്പോൾ ജാവാസ്ക്രിപ്റ്റിലെ ഫങ്ഷൻസ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാന്നാണ് ഇത് നോക്കുന്നത്. ഫങ്ഷൻ നമ്മൾ നേരത്തെ ഇതൊക്കെ ഒരു ഫങ്ഷനാണ്, ഞാൻ പറഞ്ഞായിരുന്നു ഇതൊരു ഫങ്ഷനാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യാം, ഒരു ഫങ്ഷൻ്റെ പേര് കൊടുക്കുക. ഫങ്ഷൻ എന്നുള്ള കീവേഡ് കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫങ്ഷൻ ഡിക്ലെയർ ചെയ്യുക. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു, ഫങ്ഷൻ കീവേഡ് കൊടുത്തു. അതിനുശേഷം ഫങ്ഷന് ഒരു പേര് കൊടുക്കണം. ഇപ്പം ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണോ നമ്മൾ അതിനകത്ത് കൊടുക്കുന്നത്, ആ ഫങ്ഷനകത്തുള്ള ലോജിക്ക് എന്താണോ അതിന് മാച്ചിങ് ആയിട്ട്, അല്ലെങ്കിൽ അത് റീഡ് ചെയ്യുമ്പോൾ മനസ്സിലാവണം ഈ ഫങ്ഷൻ ഇതിന് വേണ്ടിയിട്ടുള്ള ഫങ്ഷൻ ആണെന്ന്. അങ്ങനെ ഒരു പേര് വേണം കൊടുക്കാൻ. അപ്പം ഞാൻ എന്ത് കൊടുത്തു, എനിക്കൊരു ഹലോ പറയാൻ വേണ്ടിയിട്ടുള്ളൊരു, അല്ലെങ്കിൽ എൻ്റെ ഗ്രീറ്റിങ്സ് പറയാനുള്ളതാണെങ്കിൽ അതുപോലെ ഞാൻ എന്ത് ചെയ്തു, സേ ഹലോ എന്ന് പറഞ്ഞു. ഫങ്ഷൻ നെയിം എപ്പോഴും എങ്ങനെയായിരിക്കണം, ക്യാമൽ കേസിലായിരിക്കണം കൊടുക്കേണ്ടത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, ബ്രേസസ് ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു. ഓക്കെ, ഇങ്ങനെയാണ് ഫങ്ഷൻ ഡിക്ലെയർ ചെയ്യുക. ഇനി ഇതിനകത്താണ് ഞാൻ എന്ത് ചെയ്യുക, കോഡുകൾ പറഞ്ഞു കൊടുക്കുക. ഇപ്പം എനിക്ക് ഇതിനകത്ത് സേ ഹലോ എന്നാണ് പറയേണ്ടത്. അപ്പം എന്താ, ഹലോ എവരി വൺ എന്ന് ഞാൻ ഇതിനകത്ത് കൺസോളിനകത്ത് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഇനി എനിക്ക് ഈ ഫങ്ഷനെ യൂസ് ചെയ്യണം, എൻ്റെ പ്രോഗ്രാമിൽ എവിടെയെങ്കിലും ഈ ഫങ്ഷനെ യൂസ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വേണം, ഞാൻ ഈ ഫങ്ഷനെ ഇവിടെ നിന്ന് മാറ്റിയിട്ട് ജസ്റ്റ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഈ ഫങ്ഷനെ എനിക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ ബിറ്റ്വീൻ, റിവേഴ്സിൻ്റെ ബിറ്റ്വീൻ എനിക്ക് ഇത് എന്ത് ചെയ്യണം, സേ ഹലോ എന്ന് കാണണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് സേ ഹലോ എന്ന് പറഞ്ഞ ഫങ്ഷനെ ഇങ്ങനെ കോൾ ചെയ്താൽ മതി. ജസ്റ്റ് ആ ഫങ്ഷൻ നെയിം വെച്ച് കോൾ ചെയ്താൽ മതി. ഒരു സെമിക്കോളം വേണമെന്ന് നിർബന്ധമില്ല. അപ്പം ഇതാണ് എന്ത്, ഫങ്ഷൻ ജാവാസ്ക്രിപ്റ്റിൽ. ഓക്കെ, ഇതിനകത്ത് ഓരോന്നും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫങ്ഷൻ എന്ന് പറയുന്നത് ഒരു കീവേഡ് ആണ്. ജാവാസ്ക്രിപ്റ്റിൻ്റെ അടുത്ത് പറയുകയാണ് നമ്മളൊരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. സേ ഹലോ എന്ന് പറയുന്നത് എന്താണ്, ഫങ്ഷന്റെ നെയിം. പിന്നെ ഈ ബ്രേസസിനെയാണ് എന്താ, ബ്ലോക്ക് ഓഫ് കോഡ്. ഇതിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റൺ ചെയ്യാനുള്ള കോഡ് പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഫങ്ഷൻ എവിടെയാണ് വിളിച്ചേക്കുന്നത്, ഇതാ ഇവിടെ വിളിച്ചേക്കുന്നത്. അപ്പൊ ഇത് റൺ ചെയ്യുമ്പോൾ ഇതിന്റെ ബിറ്റ്വീനായിട്ട് ആദ്യം എന്ത് ചെയ്യും, സോർട്ട് ചെയ്തത് നെയിംസ് നമുക്ക് പ്രിന്റ് ചെയ്യും. അത് കഴിഞ്ഞ് അതിന്റെ റിവേഴ്സ് ഓർഡറിൽ പ്രിന്റ് ചെയ്യും. അതിനുശേഷം നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു ലൈൻ ആയിരിക്കും ഔട്ട്പുട്ടായിട്ട് കിട്ടുക. ഓക്കെ, മനസ്സിലായോ? ഇതിപ്പോൾ നോർമൽ ആയിട്ടുള്ള ഒരു ഫങ്ഷൻ. ഇനി ഇപ്പം എനിക്ക് ആഡ് ചെയ്യണം 2 നമ്പേഴ്സിൽ. അതിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫങ്ഷൻ യൂസ് ചെയ്യാം. ഫങ്ഷൻസ് വിത്ത് പാരാമീറ്റർ ആണ് ഇനി നോക്കണേ. ഫങ്ഷന്റെ കൂടെ ഇങ്ങനെ പാരാമീറ്റർ പാസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കണം, ഫങ്ഷൻ എന്ന് പറഞ്ഞ കീവേഡ് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് ആഡ്, അതായത് ഫങ്ഷൻ നെയിം. അത് കഴിഞ്ഞ് പാരാമീറ്റർ ആയിട്ട് നമ്മൾ ഇവിടെ പാസ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി എന്താണ് പാരാമീറ്റർ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഞാനിവിടെ എന്ത് ചെയ്തു, ഡി ഇ എന്ന് പറഞ്ഞിട്ട് 2 പാരാമീറ്റർ പറഞ്ഞു കൊടുത്തു. ഫങ്ഷൻ എന്നിട്ട് എന്ത് ചെയ്തു, ബ്ലോക്ക് ഓപ്പൺ ചെയ്തു,
ക്ലോസ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇവിടെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക, റിട്ടേൺ ചെയ്യുക വാല്യൂ എന്ത് a പ്ലസ് ബി എന്ന് പറയുന്നതിനെ റിട്ടേൺ ചെയ്തു. അപ്പൊ എന്താ റിട്ടേൺ എ ഡി അല്ല ഡി പ്ലസ് ഇ എന്ന് പറഞ്ഞിട്ട് റിട്ടേൺ ചെയ്തു. ഇനി എങ്ങനെയാണ് ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക, ഈ ഡിക്കും ഇക്കും വാല്യൂവും കൂടെ പാസ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ ഞാൻ ഈ ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്യാണ്, എങ്ങനെ ആഡ് എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻ നെയിം, എന്നിട്ട് എന്ത് ചെയ്ത് കൊടുത്തു, വാല്യൂ പാസ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ലെറ്റ് റിസൾട്ട് അല്ലെങ്കിൽ സം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കൺസോൾ ഡോട്ട് ലോഗിനകത്ത് റിസൾട്ട് പ്രിന്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, റിസൾട്ട് കിട്ടും. ഇനി എനിക്കിപ്പോൾ വേറെ 2 നമ്പേഴ്സ് ആഡ് ചെയ്യണമെന്ന് വിചാരിക്കും. ആ കേസിൽ ഞാൻ വീണ്ടും ഈ ലോജിക്ക് എഴുതണ്ടല്ലോ, റിപ്പീറ്റ് ചെയ്ത് എഴുതണ്ട. നമ്മളിവിടെ പാരാമീറ്റർ പാസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് എന്ത് പറ്റും, ഈ ഒരൊറ്റ ബ്ലോക്ക്, ഈ ഒരു ബ്ലോക്ക് കൊണ്ട് തന്നെ എനിക്ക് എത്ര നമ്പേഴ്സിനെ വേണമെങ്കിലും ആഡ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിപ്പോൾ എനിക്ക് 30യും 40യും തമ്മിൽ ആഡ് ചെയ്യണമെങ്കിൽ അത് യൂസ് ചെയ്യാം. അങ്ങനെ എത്ര പാരാമീറ്റർ വേണമെങ്കിലും പാസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫംഗ്ഷനെ കോൾ ചെയ്യാം. ഓക്കെ, ഇതാണ് ഫംഗ്ഷന്റെ ഒരു യൂസ് കേസ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോഡ് റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, ഫംഗ്ഷൻ മനസ്സിലായോ? ഇനി ഇതിനെ തന്നെ നമുക്ക് വേറെ അനോണിമസ് ഫംഗ്ഷൻ എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫംഗ്ഷന് നെയിം ഉണ്ടാവില്ല. ഇപ്പൊ ഈ ഒരു ഫംഗ്ഷൻ കണ്ടോ, നമ്മൾ മുകളിൽ സോർട്ട് ചെയ്യാൻ കൊടുത്തേക്കുന്ന ഫംഗ്ഷൻ, അതിനകത്ത് നമ്മൾ നെയിം ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ കീവേഡ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഫംഗ്ഷന് നെയിം ഇല്ലാത്ത ഫംഗ്ഷൻസ് ഉണ്ടാവും. അതിനെയാണ് അനോണിമസ് ഫംഗ്ഷൻ എന്ന് പറയാം. ഞാൻ ജസ്റ്റ് നോട്ട് ചെയ്ത് തരാം. ഫംഗ്ഷൻ which does not have a name. നെയിം ഇല്ലാത്ത ഫംഗ്ഷൻ ആണ് എന്ത്, അനോണിമസ് ഫംഗ്ഷൻ. അപ്പൊ അതെങ്ങനെയാ ഡിക്ലെയർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ത് ചെയ്യാ, ഫംഗ്ഷന് നെയിം ഇല്ലാന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഫംഗ്ഷൻ കീവേഡ് ഉണ്ട്. ഫംഗ്ഷൻ കീവേഡിന്റെ ഒപ്പം ഞാൻ എന്ത് ചെയ്ത് കൊടുത്തു, 2 ഇപ്പൊ ഈ ആഡ് ചെയ്യാനുള്ളത് തന്നെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, എക്സ് വൈ എന്ന് കൊടുത്തു. എന്നിട്ട് ബ്രേസസ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്ത് കൊടുത്തു, റിട്ടേൺ എക്സ് മൈനസ് വൈ. ഞാൻ ജസ്റ്റ് വേറൊരു ഇത് കൊടുത്തു. ഓക്കെ, എന്തില്ല, ഫംഗ്ഷന് നെയിം പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇതിനെയാണ് അനോണിമസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതിന് നമുക്ക് വേറൊരു രീതിയിലും കൂടെ എഴുതാം. ഇങ്ങനെ എഴുതുന്നതിന് പകരം ഇനി എന്ത് ചെയ്യാം, ഇതിനൊരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. എങ്ങനെ, ലെറ്റ് റിസൾട്ടോ അല്ലെങ്കിൽ സബ്സ്ട്രാക്ഷൻ അല്ലേ, സബ് ഈക്വൽ ടു ലെറ്റ് സബ് ഈക്വൽ ടു എന്ത് ചെയ്ത് കൊടുത്തു, ആ ഫംഗ്ഷനിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ എന്താണ്, നമ്മൾ ഇനി കൺസോൾ ഡോട്ട് ലോഗിനകത്ത് സബ് എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഔട്ട്പുട്ട് കിട്ടും. ഇതിനെന്താ, ഫംഗ്ഷൻ നെയിം ഇല്ലാന്നുള്ളൂ, ബാക്കിയെല്ലാം എന്താ നമ്മൾ നേരത്തെ ചെയ്ത സെയിം അതുപോലെ തന്നെ. ഈ ഒരു ആഡ് എന്ന് പറഞ്ഞ നെയിം നമ്മളിവിടെ കൊടുത്തിട്ടില്ല. പക്ഷെ എന്താ, ബാക്കിയെല്ലാം സെയിം അതുപോലെ തന്നെയാണ്, നെയിം ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഒരു അനോണിമസ് ഫംഗ്ഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഫംഗ്ഷൻ കീവേഡും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവോയ്ഡ് ചെയ്യാൻ പറ്റും. സിംഗിൾ ലൈൻ ആയിട്ട് എഴുതാൻ പറ്റും. ഇതിനെ നമ്മൾ ആദ്യം ഇങ്ങനെ പഠിച്ചു. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, നോർമൽ ഫംഗ്ഷൻ പഠിച്ചു, വിത്തൗട്ട് പാരാമീറ്റർ നോർമൽ ആയിട്ടൊരു ഫംഗ്ഷൻ പഠിച്ചു. എന്നിട്ട് അതിനെങ്ങനെ കോൾ ചെയ്യാമെന്ന് പഠിച്ചു. സെക്കൻഡ് ഫംഗ്ഷനായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഫംഗ്ഷൻ വിത്ത് നെയിം ആൻഡ് പാരാമീറ്ററോട് കൂടി എങ്ങനെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാന്ന് പഠിച്ചു. അതിനെങ്ങനെ കോൾ ചെയ്യാം, നമുക്ക് മൾട്ടിപ്പിൾ പ്രാവശ്യം കോൾ ചെയ്യാം, അത്രയും പഠിച്ചു. പിന്നെ അനോണിമസ് ഫംഗ്ഷൻ പഠിച്ചു. ഇനി അതിൽ തന്നെ നമ്മൾ ഇതിനൊരു സിംഗിൾ ലൈൻ ആയിട്ട് എഴുതാൻ പോവാം. ഇതായത് ലെറ്റ്, ഞാൻ ഒരു വേരിയബിളിലേക്ക് കൊടുത്തു, ലെറ്റ് റിസൾട്ട് ഈക്വൽ ടു റിസൾട്ട് 1 ഈക്വൽ ടു എന്താണ്, നമ്മുടെ ഫംഗ്ഷനെ ക്രിയേറ്റ് ചെയ്യാം. അതായത് ഫംഗ്ഷന് നെയിം ഇല്ല,
നെയിം ഇല്ലെങ്കിലും ഈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്ത് കൊടുക്കുക, ജസ്റ്റ് ഇങ്ങനെ ഫംഗ്ഷനിലെ വാല്യൂ പാസ് ചെയ്ത് കൊടുക്കുക. സി കോമ ഡി എന്താണോ വാല്യൂ അത് പാസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക, ഒരു ആരോ ഇട്ട് കൊടുക്കുക. ആരോ ഫംഗ്ഷൻ എന്ന് പറയും. ആരോ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ റിട്ടേൺ ചെയ്യുന്നതിൽ ആകെ സിംഗിൾ സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ. അതായത് ഈ ബ്ലോക്ക് ഓഫ് കോഡിനകത്ത് ഒറ്റ സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ വെച്ചാൽ ഈ കേളിംഗ് പ്രൈസസും നമുക്ക് ഒഴിവാക്കാം. കേളിംഗ് പ്രൈസസും ഇട്ട് കൊടുക്കണ്ട. എന്ത് ചെയ്യാൻ പറ്റും, റിട്ടേൺ കീവേഡ് ഒന്നും വേണ്ട, ഡയറക്റ്റ് ആയിട്ട് C+d എന്ന് പറഞ്ഞു കൊടുക്കാം. C+d ഇങ്ങനെ സിംഗിൾ ലൈനിലും എന്ത് ചെയ്യാൻ പറ്റും, ഫംഗ്ഷനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതെന്താ നമ്മൾ ഇതിലെന്തൊക്കെയാ നമ്മൾ ഒഴിവാക്കിയത്, ഫംഗ്ഷൻ നെയിമും ഒഴിവാക്കി, ഫംഗ്ഷൻ എന്ന് പറഞ്ഞ കീവേഡ് ഒഴിവാക്കി. പിന്നെന്താ, ഈ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഒരെണ്ണേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്തില്ല, റിട്ടേൺ കീവേഡ് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്തു, ഡയറക്റ്റ് ആയിട്ട് C+d എന്ന് കൊടുത്തു. ഓക്കെ, ഇതാണ് ആരോ ഫംഗ്ഷൻ എന്ന് പറയും ഇതിന്. അപ്പൊ ഇത്രയും മനസ്സിലായോ? പിന്നെ ഇടയ്ക്കൊന്ന് ഡ്രോപ്പ് ആയി പോയായിരുന്നു. ആ ലാസ്റ്റ് ആണ് ഒന്നുകൂടെ പറയാമോ? ഇതോ, ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ഒന്നും കൂടെ ഷോർട്ട് ആക്കി എഴുതിയതാ. നമ്മൾ ആദ്യം വലുതായിട്ട് എഴുതി പ്രോഗ്രാം, അതെ ഇതേപോലെ എഴുതി ഒരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തു വിത്ത് ഫംഗ്ഷൻ നെയിം. എന്നിട്ട് നമ്മൾ കൺസോളിൽ പ്രിന്റ് ചെയ്യാൻ കൊടുത്തു ഒരു സാധാ ഫംഗ്ഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഫംഗ്ഷൻ വിത്ത് പാരാമീറ്റർ പഠിച്ചു. അതായത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ കീവേഡ് വേണം, ഫംഗ്ഷന്റെ നെയിം വേണം, പിന്നെ ആർഗ്യുമെന്റ് ആയിട്ട് പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് റിട്ടേൺ കീവേഡ് യൂസ് ചെയ്തിട്ട് അതിനെ റിട്ടേൺ ചെയ്യണം. ഇതാണ് നമ്മൾ ആദ്യം പഠിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു ഫംഗ്ഷന്റെ നെയിം ഇല്ലെങ്കിലും കുഴപ്പമില്ല, എന്ത് ചെയ്യാൻ പറ്റും, ഫംഗ്ഷൻ എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്തിട്ട് ഫംഗ്ഷൻ നെയിം ഒഴിവാക്കിയിട്ട് നമ്മൾ മൂന്നാമത് ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞു ഫംഗ്ഷൻ നെയിമും ഫംഗ്ഷൻ കീവേഡും ഇല്ലെങ്കിലും നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, ഫംഗ്ഷനെ ക്രിയേറ്റ് ചെയ്യാം. അതിനെയാണ് നമ്മൾ ആരോ ഫംഗ്ഷൻ എന്ന് പറയാം. അപ്പൊ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് അല്ലേ ഉള്ളൂ റിട്ടേൺ. അപ്പൊ നമ്മൾ എന്തും കൂടെ ഒഴിവാക്കി, ഈ റിട്ടേണിനെയും കൂടെ അവോയ്ഡ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, C+d എന്ന് മാത്രമാക്കി സിംഗിൾ ലൈൻ ആക്കി എഴുതി. ഇത്രയും ലൈനിൽ എഴുതിയതിനെ നമ്മൾ എന്ത് ചെയ്തു, സിംഗിൾ ലൈൻ ആയിട്ട് എഴുതി. ഇത് തന്നെയാണ് നമ്മളിവിടെ സോർട്ടിങ്ങിലും മറ്റു പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്തത്. C+d. ഓക്കെ, അപ്പൊ ആദ്യം ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക, നോർമൽ ഫംഗ്ഷൻ സേ ഹലോ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ. അത് കഴിഞ്ഞ് ഫംഗ്ഷൻ വിത്ത് പാരാമീറ്റർ ചെയ്യാം. അത് കഴിഞ്ഞ് ഫംഗ്ഷൻ വിത്തൗട്ട് ഫംഗ്ഷൻ നെയിം ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ആരോ ഫംഗ്ഷൻ ചെയ്യാം. ഇതൊന്ന് ചെയ്ത് നോക്കുമോ? വിനിഷ അതെങ്ങനെയാ അപ്പൊ കോൾ ചെയ്യുന്നത് ലാസ്റ്റ് വൺ? എല്ലാ ഫംഗ്ഷനും ഇപ്പൊ ഇതിനെ റിസൾട്ടിനെ പ്രിന്റ് ചെയ്യിപ്പിച്ചാൽ മതി. പാരാമീറ്റേഴ്സ് നമ്മൾ എങ്ങനെ പാസ് ചെയ്യും? പാരാമീറ്റേഴ്സ് റിസൾട്ട് ഈക്വൽ ടു ഇങ്ങനെ എന്താണ് ഫംഗ്ഷൻ നെയിം. ഇപ്പൊ എന്താ സബ് ഇതിനെയാണ് കോൾ ചെയ്യേണ്ടത്, ആദ്യത്തെ ഫംഗ്ഷനാണ് കോൾ ചെയ്യേണ്ടത്, എന്ത് ചെയ്യണം, ലെറ്റ് റിസൾട്ട് 1 ഈക്വൽ ടു സബ് ഇങ്ങനെ പാസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെയാണ് പ്രിന്റ് ചെയ്യിപ്പിക്കേണ്ടത് വെച്ചാൽ ഈ ഒരു ഇതിനെയാണ് റിസൾട്ട് 1നെയാണ് പ്രിന്റ് ചെയ്യിപ്പിക്കേണ്ടത് വെച്ചാൽ എന്ത് ചെയ്യണം, ഇതിന്റെ നെയിം നമ്മൾ റിസൾട്ട് 1 ഇങ്ങനെയല്ലേ കൊടുത്തേക്കുന്നത്, അതിന്റെ കൂടെ പാരാമീറ്റർ ആയിട്ട് ഇത് രണ്ടും പാസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ റിസൾട്ട് 1 ഓഫ്
ചെയ്ത് കഴിഞ്ഞാൽ പറയണേ. കഴിഞ്ഞിട്ടുണ്ട് മിസ്സേ. കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ലെറ്റും വേറും കോൺസ്റ്റും നമ്മൾ പഠിച്ചപ്പോൾ അതിന്റെ ഒരു ഡിഫറൻസ് പഠിച്ചു. ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല, ഡിക്ലറേഷനും റീഡിക്ലറേഷനും അപ്ഡേഷനും, ആ ഒരു ഡിഫറൻസ് നോക്കി. ഇനി വേറൊരു മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഫംഗ്ഷൻ പഠിച്ചു, അതായത് ഇനിയിപ്പോ ഇതിന്റെ സ്കോപ്പും കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഡിഫറൻസ് നോക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു പ്രോഗ്രാം എഴുതി തരാം. സ്കോപ്പ് മീൻസ് ഇതിപ്പോ എവിടേക്കാണ് ഇതിനെ ആക്സസ് ചെയ്യാൻ പറ്റുക. ഞാൻ ലെറ്റ് വെച്ചിട്ട് ഒരു വേരിയബിളിനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിനെ എവിടെയൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും, വേറെ വെച്ചിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇതാണ് പ്രോഗ്രാം. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു പ്രോഗ്രാം ആയിട്ട് ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ജസ്റ്റ് ഞാൻ എന്ത് ചെയ്തു കൊടുത്തു, ഒരു ഫംഗ്ഷൻ പോലെ ക്രിയേറ്റ് ചെയ്തു. ഫംഗ്ഷൻ ടെസ്റ്റ് സ്കോപ്പ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ അതിനകത്ത് 3 വേരിയബിള് അസൈൻ ചെയ്ത് കൊടുത്തു. വേറെ v equal to 10, let l equal to 20, const c equal to 30. ഓക്കെ, ഇത്രയും ഞാൻ എന്ത് ചെയ്തു, 3 വേരിയബിൾ അസൈൻ ചെയ്ത് കൊടുത്തു. ഇത് ഇനിയിപ്പോൾ ഞാൻ ഈ ബ്ലോക്കിന്റെ ഇതിനെ ഞാൻ എന്ത് ചെയ്തു, ഒരു ജസ്റ്റ് ഒരു ഇഫ് കണ്ടീഷനകത്ത് ഇട്ട് കൊടുക്കുകയാണേ, വെറുതെ ഇഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലോക്കിനകത്ത് ഇട്ട് കൊടുക്കാം. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്ത് കൊടുത്തു, ഇഫ് ട്രൂ എന്ന് പറഞ്ഞിട്ട് അസൈൻ ചെയ്ത് കൊടുത്തു. ഇഫ് ട്രൂ, എന്നിട്ട് ഇതൊരു ബ്ലോക്ക് ആക്കി. ഈ ബ്ലോക്കിൻ്റെ അകത്താണ് ഞാൻ ഈ 3 എണ്ണത്തിന് ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. എന്നിട്ട് ഞാൻ ഈ ബ്ലോക്കിൻ്റെ അകത്ത് തന്നെ ഇതിനെ പ്രിന്റ് ചെയ്യിപ്പിക്കാൻ നോക്കാം. അപ്പോൾ ഇത് ബ്ലോക്കിൻ്റെ അകത്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, console.log ഇൻസൈഡ് ഇഫ് ബ്ലോക്ക് ബി പ്രിന്റ് ചെയ്യിപ്പിച്ചു. ഇൻസൈഡ് അതിങ്ങനെ 3 എണ്ണം ഞാൻ പ്രിന്റ് ചെയ്യിപ്പിച്ചു. ഓക്കെ, എന്ത് ചെയ്തു, ബ്ലോക്കിൻ്റെ ഉള്ളിൽ ഇത് പ്രിന്റ് ചെയ്യിപ്പിച്ചു. ഇനി ഞാൻ ബ്ലോക്കിന് പുറത്ത് ഇതിനെ പ്രിന്റ് ചെയ്യിപ്പിക്കാൻ നോക്കാം. ബ്ലോക്കിന് പുറത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ബ്ലോക്കിന് പുറത്ത് ഞാൻ എന്ത് ചെയ്തു, ഇഫ് ബ്ലോക്കിന്റെ പുറത്ത് console., ഇതെന്താ, വേറെ ഞാൻ പ്രിന്റ് ചെയ്യിപ്പിച്ചു. ഓക്കെ, വേറെ നമുക്ക് പ്രിന്റായി കിട്ടും. വേറെ എന്ന് പറയുന്നത് എന്താണ്, ഫംഗ്ഷൻ സ്കോപ്പ് ആണ്. ഫംഗ്ഷൻ സ്കോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിപ്പോൾ എവിടെയാ ഡിക്ലെയർ ചെയ്തേക്കുന്നത്, വേറെ എന്ന് പറയുന്നത് ഈ ബ്ലോക്ക് സ്കോപ്പ് അല്ല, ഫംഗ്ഷൻ സ്കോപ്പ് അല്ല. ലെറ്റും കോൺസ്റ്റും എന്താണ്, ബ്ലോക്ക് സ്കോപ്പ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബ്ലോക്കിനകത്ത് മാത്രമേ അതിനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. വേറെന്ന് പറയുന്നത് നോട്ട് ബ്ലോക്ക് സ്കോപ്പ് അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പുറത്തും എനിക്ക് ആക്സസ് ചെയ്യാം. ഇവിടെയാണ് ഞാൻ ഡിക്ലെയർ ചെയ്തേക്കുന്നത്, ഈ ബ്ലോക്കിന്റെ ഉള്ളിലാണ് ഞാൻ വേറെ ഡിക്ലെയർ ചെയ്തേക്കുന്നത്. എനിക്ക് ഇതിന്റെ ഉള്ളിൽ മാത്രമേ ഇതിനെ ആക്സസ് ചെയ്യാൻ പറ്റൂന്നില്ല. എനിക്ക് ഔട്ട് സൈഡും എന്ത് ചെയ്യാൻ പറ്റും, വേറിനെ ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷെ ലെറ്റും വേറും എന്താണ്, ലെറ്റും കോൺസ്റ്റ് എന്താണ്, ബ്ലോക്ക് സ്കോപ്പാണ്. സ്കോപ്പാണ് പറയണേ, ഇങ്ങനെ പറയാം. അതിന് ബ്ലോക്കിന്റെ ഉള്ളിൽ മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുന്നതിന് ബ്ലോക്ക് സ്കോപ്പാന്ന് പറയും. ബ്ലോക്കിന്റെ പുറത്താണ് അതിനെ ആക്സസ് ചെയ്യാൻ പറ്റുക വെച്ചാൽ ബ്ലോക്ക് സ്കോപ്പ് അല്ല.
അത് ഫംഗ്ഷൻ സ്കോപ്പാണ്. ഇനിയിപ്പോൾ ഞാൻ ഈ ഫംഗ്ഷന് പുറത്താണ് ഇതിനെ ആക്സസ് ചെയ്യാൻ നോക്കുന്നത് വെച്ചാൽ അതെനിക്ക് പറ്റില്ല. ഈ ഫംഗ്ഷനെ നമ്മൾ ഇനി അവിടെ കോൾ ചെയ്യണം. ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫംഗ്ഷന് നമ്മൾ എന്ത് ചെയ്യണം? കോൾ ചെയ്യണം. എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. 3 വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, വേറെ, ലെറ്റ്, കോൺസ്റ്റന്റ്. എന്നിട്ട് ഞാൻ 3നെയും ഈ ബ്ലോക്കിന്റെ ഉള്ളിൽ തന്നെ വിളിച്ചു. ഈ 3നെയും ഞാൻ ബ്ലോക്കിന്റെ ഉള്ളിൽ വിളിച്ചപ്പോൾ എനിക്ക് എന്ത് ചെയ്യട്ടെ? ബ്ലോക്കിന്റെ ഉള്ളിൽ ആക്സസ് ചെയ്യാൻ പറ്റി. പക്ഷെ 3നെയും ഞാൻ എന്ത് ചെയ്തു? പുറത്ത് ഫംഗ്ഷന്റെ ഉള്ളിൽ വിളിക്കാൻ നോക്കി. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല? ഇതിനെ ആക്സസ് ചെയ്യാൻ പറ്റിയില്ല. ഇതിനെ വേറെ മാത്രമേ എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റിയുള്ളൂ. ബാക്കി രണ്ടിനെയും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല? ആക്സസ് ചെയ്യാൻ പറ്റിയില്ല. ഇതാണ് സ്കോപ്പ്. ഇനിയിപ്പോൾ വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മൾ 2 രീതിയിലാണ് സ്കോപ്പ് പറയാം. ഗ്ലോബൽ സ്കോപ്പും ഉണ്ട്, ഫംഗ്ഷൻ സ്കോപ്പും ഉണ്ട്. ഒരു കാര്യം ചെയ്യ്, ഇതൊന്ന് ചെയ്തേ, ഈ പ്രോഗ്രാം ഒന്ന് ചെയ്യും. അല്ലേ വേണ്ട, ഇത് മനസ്സിലായോ ഈ പ്രോഗ്രാം? ഇത് ക്ലിയർ ആയോ ഈ പ്രോഗ്രാം? മനസ്സിലായി. ഓക്കെ, ഇത് ചെയ്തു. അല്ലെങ്കിൽ ഞാൻ വേറെ എക്സാമ്പിൾ. ഓക്കെ ആണോ സ്കോപ്പ്? ഒരു ഡൗട്ട് വിനിഷ, ഇപ്പൊ നമ്മള് വേരിയബിൾ അല്ലാതെ ലെറ്റ് വെച്ച് ഡിക്ലെയർ ചെയ്തതും കോൺസ്റ്റ് വെച്ച് ഡിക്ലെയർ ചെയ്തതും പ്രിന്റ് ചെയ്യാൻ ശ്രമിച്ചാൽ എന്ത് പറ്റും? താഴെ ഇവിടെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വരില്ല. അത് പ്രിന്റ് ചെയ്യിപ്പിച്ച് നോക്കും, അപ്പൊ കാണിക്കും, ഒരു എറർ പോലെ കാണിക്കും. കനോട്ട് ആക്സസോ എന്തോ ഒരു എറർ മെസ്സേജ് കാണിക്കും നമുക്ക്. അത് പ്രിന്റ് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ റെഡ് കളറിൽ കാണും തോന്നുന്നു. നോക്കട്ടെ. ആക്ച്വലി നേരത്തെ ഞാൻ ഒരു കോഡില് റിട്ടേൺ വെച്ചപ്പോ ലൈക്ക് എറർ ഒന്നുമില്ല, പക്ഷെ ആ ഒരു റെഡ് ആക്ച്വലി കാണിക്കുന്നുണ്ട്. റിട്ടേൺ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കട്ടെ. വിസിബിൾ ആണ് ഇവിടെ. ഇത് ആക്ച്വലി എനിക്ക് വാല്യൂ കിട്ടി, എനിക്ക് എറർ ഒന്നും വന്നില്ല. അൺനോൺ വേർഡ് എന്നും പറഞ്ഞിട്ട് ഇത് വരുന്നുണ്ട്. സോ എന്തെങ്കിലും ഫംഗ്ഷൻ ആഡ് റിട്ടേൺ, ബട്ട് എറേഴ്സ് ഒന്നുമില്ല. എനിക്ക് ആക്ച്വലി ഞാൻ ഇവിടെ കോൾ ചെയ്തപ്പോൾ 15 എനിക്ക് കിട്ടുന്നുണ്ട്.
കറക്റ്റ് ആണോ? ഇവിടെ പറയുന്ന ആക്ച്വലി അൺനോൺ വേർഡ് എന്ന്. റിട്ടേണിന്റെ സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റ് ആണല്ലോ. RETURN. ആ, അതൊന്നും കൂടെ ബാക്ക് സ്പേസ് അടിച്ച് ഒന്നും കൂടെ അടിച്ചു നോക്കിയേ. എന്താ അത് ബ്ലോക്ക് ക്ലോസ് ചെയ്ത് അത് ഫംഗ്ഷൻ. ഓക്കെ, ഇനി റിട്ടേൺ അതിൽ നിന്ന് സെലക്ട് ചെയ്ത്. ഓക്കെ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വരുന്നത്. ഇതെന്ത് പറ്റി? അൺനോൺ ഓക്കെ, ഞാൻ നോക്കട്ടെ. വേർഡ് എന്നും പറഞ്ഞിട്ടാണ് CSS CSS സിന്റാക്സ്. സ്റ്റൈലിൻ്റെ CSS. ഓക്കെ, പ്രോബ്ലം അടുത്ത രണ്ട് പ്രോബ്ലം കാണുന്നുണ്ട്. ഒന്നും കൂടെ നോക്കിയാൽ ഒന്ന് ഇതാണ് ആക്ച്വലി. ഒന്ന് ഞാനിപ്പോ കംപ്ലീറ്റ് ചെയ്തില്ലല്ലോ. ഓക്കെ. ചെയ്യാം. ഞാനിത് പറഞ്ഞില്ല. എനിക്ക് ആക്ച്വലി 15 കിട്ടും. ദർ ഇസ് നോ എറർ. പക്ഷെ ഇത് എന്താണ് ഇങ്ങനെ കാണിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അവിടെ ചെയ്തപ്പോ ഇങ്ങനെ ഉണ്ടായിരുന്നു, അതോ കറക്റ്റ് ആയിട്ടായിരുന്നു വന്നത്? ശ്രീജ്യോതിക്ക് കിട്ടിയോ? എനിക്ക് കിട്ടിയിരുന്നു. സ്ക്രീൻ ഷെയർ ചെയ്യണോ? സോ ഇങ്ങനെ ഇതില്ലായിരുന്നല്ലേ? ഇല്ല. അതെന്താണത്? എന്തെങ്കിലും കുഞ്ഞു മിസ്റ്റേക്ക് ആയിരിക്കും. എനിവേസ് എനിക്ക് എറർ ഒന്നുമില്ല. ഇല്ല, ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിക്ക് വെച്ചതാണ് ഇത് എന്താ ഇങ്ങനെ. എന്താ CSS സ്റ്റൈൽ എന്താ കാണിക്കുന്നത്? CSS സ്റ്റൈൽ എററോ? CSS സിന്റാക്സ് എറർ. ഓക്കെ, അതെന്താന്ന് നോക്കാം. നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ നോക്കാം കേട്ടോ. ഓക്കെ, ഇതെങ്ങനെയാ ആരോൺ എങ്ങനെയാ അത് സേവ് ചെയ്തേക്കുന്നത്? ഒന്ന് എടുത്ത് CSS വരുന്നുണ്ട് അതിനകത്ത്. ഞാനൊരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്തു ഫങ്ഷൻസിന് വേണ്ടിയിട്ട്. ഫങ്ഷൻസ് എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്തു. പക്ഷെ ഇത് functions.js. നമ്മൾ ജാവാസ്ക്രിപ്റ്റ് അല്ല അതിനകത്ത് CSS വരേണ്ട. ഞാൻ വിചാരിച്ചു ഇനി സേവ് ചെയ്തപ്പോൾ എന്തെങ്കിലും CSS ഫോൾഡറോ അങ്ങനെ എന്തെങ്കിലും. ഇല്ല, അത് .js ആയിട്ട് തന്നെയാണ്. എന്നിട്ട് അത് എറർ വന്നു. അല്ല, എന്തായാലും വാല്യൂ കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് ഇഷ്യൂ ഇല്ല. എന്തോ ഒരു വാർണിംഗ് പോലെ കാണിച്ചുകൊണ്ടിരിക്കുക. അല്ല, അത് കുഴപ്പമില്ല. ക്ലാസ് കണ്ടിന്യൂ ചെയ്തു. ഞാൻ നോക്കാം. ഓക്കെ, ശരി. കഴിഞ്ഞോ? ചെയ്തോ? ചെയ്ത് കഴിഞ്ഞാ പറയണേ. രണ്ടുപേരുടെയും കഴിഞ്ഞോ? ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇതിപ്പോ 3 എണ്ണം ഒരുമിച്ചായിട്ട് ഞാൻ മനസ്സിലാവാൻ വേണ്ടി ഒരു സെക്കൻഡ് വിനിഷ, അത് JS ഫയൽ ആയിട്ട് തന്നെയാണോ സേവ് ചെയ്തേക്കുന്നത്? ജാവാസ്ക്രിപ്റ്റ് ഫയൽ ആയിട്ട്? ഞാനോ? അല്ല, ആരോണ്. അതാ ഞാനും നോക്കി. കാരണം CSS എറർ വന്നതുകൊണ്ട്
.js ആയിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഓക്കെ. അതെ, CSS എററാണ് കാണിക്കുന്നത്. നോക്കാം നമുക്കത് എന്താണ്, കുഴപ്പമില്ല. ഓക്കെ, ഇനി ഇതിനകത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഓരോന്നും എടുത്ത് നോക്കുക. അപ്പം ഞാൻ ലെറ്റും വാറും കോൺസ്റ്റും കൂടെ ഒരുമിച്ച് പറഞ്ഞു തന്നത് നമ്മൾ ഓരോന്നായിട്ട് നോക്കുക. ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യാണ്, വാറിൻ്റെ നോക്കുക, വാറിൻ്റെ സ്കോപ്പ്. ഞാൻ പറഞ്ഞു ഗ്ലോബൽ സ്കോപ്പും ഉണ്ട്, എന്തായാലും പോലെ ബ്ലോക്ക് സ്കോപ്പും ഉണ്ട്. അപ്പം ഞാൻ വാറിൻ്റെ നോക്കണേ. ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് വാറ് എന്ത് ചെയ്തു, VV ഈക്വൽ ടു വിനീഷ എന്ന് കൊടുത്തു. ജസ്റ്റ് ഗ്ലോബലി ഞാൻ എന്ത് ചെയ്തു, ആദ്യം ഗ്ലോബലി അല്ല, ജസ്റ്റ് ഞാനൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തു. ഫംഗ്ഷൻ, നോർമൽ ഫംഗ്ഷൻ ഡിസ്പ്ലേ നെയിം എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ, ഡിസ്പ്ലേ നെയിം എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് എന്ത് ചെയ്ത് കൊടുത്തു, ഞാൻ എൻ്റെ പേര്, അതായത് വിനീഷനെ പ്രിന്റ് ചെയ്യിപ്പിച്ചു. ഇപ്പം ഞാൻ ഇത് ഈ പുറത്താണ്, ഈ ഫംഗ്ഷൻ്റെ പുറത്താണ് ഞാൻ എന്ത് ഡിക്ലെയർ ചെയ്തിരിക്കണേ, ഈ വാർ എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്തിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഇതിനെ ഗ്ലോബലി ഡിക്ലെയർ ചെയ്യാന്ന് പറയാം. ഗ്ലോബൽ, അതായത് മൊത്തത്തിൽ. അപ്പം ഇത് ഗ്ലോബലാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഗ്ലോബലി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇതിനെ എവിടെയൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും, ഈ ഫംഗ്ഷൻ്റെ അകത്ത് എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഡിസ്പ്ലേ നെയിമിനെ വിളിച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, പുറത്ത് console.logനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, console.log ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റുമോ, ഇവിടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ആക്സസ് ചെയ്യാൻ പറ്റും. മീൻസ് ഈ വേറെന്ന് പറയണത് എന്തും കൂടെയാണ്, ഗ്ലോബൽ സ്കോപ്പും കൂടെയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇതിനെ വേറിനെ ഇവിടെയും പുറത്തും ഉള്ളിലും ഒരേപോലെ ആക്സസ് ചെയ്യാൻ പറ്റിയ. അപ്പൊ എന്താണ്, വേറെ എന്താണ്, ഗ്ലോബൽ സ്കോപ്പും കൂടെയാണ്. ഓക്കെ, അത് മനസ്സിലായോ? ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ഫംഗ്ഷന്റെ കേസ് നമ്മളിപ്പോൾ ചെയ്തതാണ്, എന്നാലും ഒരെണ്ണം കൂടെ വേറെ ഫംഗ്ഷൻ സ്കോപ്പും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്ത് കൊടുത്തു, വേറൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. ഫംഗ്ഷൻ ഗ്രീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഇതിനകത്ത് എന്ത് ചെയ്തു, വേറെ മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് ഹലോ എന്ന് പറഞ്ഞു കൊടുത്തു. ശരി, ഓക്കെ, ഇത് ഞാൻ എവിടെയാണ് ചെയ്തേക്കണേ, ഫംഗ്ഷന്റെ ഉള്ളിലാണ് ഡിക്ലെയർ ചെയ്തേക്കണേ. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ ഫംഗ്ഷന്റെ ഉള്ളിൽ console.logനകത്ത് എന്ത് ചെയ്തു, മെസ്സേജിനെ കോൾ ചെയ്തു. അപ്പൊ എനിക്കിത് കിട്ടും, ഇത് വർക്ക് ചെയ്യും. ഇൻസൈഡ് ദ ഫംഗ്ഷൻ ആണ് വർക്ക്, ഫംഗ്ഷന്റെ ഉള്ളിൽ ഇത് വർക്ക് ചെയ്യും. കാരണം എന്താ, ഞാൻ ഫംഗ്ഷന്റെ ഉള്ളിലാണ് ഇത് സേവ് ചെയ്ത് ഡിക്ലെയർ ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷെ ഞാനിത് എന്നിട്ട് ഈ ഗ്രീറ്റ് ഫംഗ്ഷനെ പുറത്ത് വിളിച്ചു. എന്നിട്ട് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാണ്, പുറത്തും നമ്മൾ നേരത്തെ ഇതിനെ പുറത്ത് വെച്ചപ്പോഴും നമുക്ക് കിട്ടിയായിരുന്നു അല്ലേ. ഇനി ഇതിനെ ഞാൻ പുറത്ത് ജസ്റ്റ് എന്ത് ചെയ്ത് നോക്കുകയാണ്, console.log മെസ്സേജ്, console.log മെസ്സേജ് എന്ന് പറഞ്ഞു കൊടുക്കുക പുറത്ത്. അപ്പം എന്ത് ചെയ്യില്ല, എനിക്കിതിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. എന്ത് വരും, മെസ്സേജ് ഡസ് നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ഈസ് നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു എറർ വരും. കാരണം എന്താ, ഇത് ഈ ഫംഗ്ഷന്റെ ഉള്ളിൽ മാത്രമേ, ഇത് ഞാൻ ഫംഗ്ഷന്റെ ഉള്ളിലാണ് ഡിക്ലെയർ ചെയ്തേക്കുന്നത്. നേരത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ ഡിക്ലെയർ ചെയ്തത്, പുറത്തായിരുന്നു, ഗ്ലോബലി ആയിരുന്നു ഡിക്ലെയർ ചെയ്തത്. അപ്പം എനിക്കത് എന്ത് ചെയ്യാൻ പറ്റി, ഗ്ലോബലി ആക്സസ് ചെയ്യാൻ പറ്റി. അതേപോലെ ഞാൻ ഇപ്പം ഇവിടെ ഡിക്ലെയർ ചെയ്തേക്കുന്നത് ഒരു ഫംഗ്ഷന്റെ ഉള്ളിലാണ് ഡിക്ലെയർ ചെയ്തേക്കുന്നത്. അപ്പം എനിക്കത് ഫംഗ്ഷന്റെ ഉള്ളിൽ മാത്രമേ അതിനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് രണ്ട് രീതിയിലുള്ള സ്കോപ്പ്, ഒന്ന് ഗ്ലോബൽ സ്കോപ്പും ഒന്ന് ബ്ലോക്ക് സ്കോപ്പ് അല്ലെങ്കിൽ ഫംഗ്ഷൻ സ്കോപ്പ്. ഓക്കെ, ഇത് മനസ്സിലായോ? വേറെ അല്ല, ഇത് ഫംഗ്ഷൻ സ്കോപ്പ്, ഫംഗ്ഷൻ സ്കോപ്പ് അതായത് ആ ഫംഗ്ഷന്റെ ഉള്ളിൽ മാത്രം. ഇനി ബ്ലോക്ക് സ്കോപ്പ് ഉണ്ട്. ബ്ലോക്ക് സ്കോപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു അതും കൂടെ എക്സാമ്പിൾ ചെയ്ത് തരാം. എന്ത് ചെയ്യാണ്, ബ്ലോക്ക് ഞാൻ എന്ത് ചെയ്തു, വേറെ
I equal to 5 എന്ന് ജസ്റ്റ് ഡിക്ലെയർ ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ഒരു ബ്ലോക്ക് എന്ന് വെച്ചാൽ ഇഫ് ബ്ലോക്ക് ഒക്കെയാണ്, ജസ്റ്റ് എന്ത് ചെയ്ത് കൊടുത്തു, ഇഫിനകത്ത് ട്രൂ, ജസ്റ്റ് ട്രൂ എന്ന് മാത്രം ഇട്ട് കൊടുത്ത് അതിനകത്ത് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, വേറിനെ പ്രിന്റ് ചെയ്യിപ്പിക്കാൻ നോക്കുകയാണ്. വേറെ ഓക്കെ, നമുക്ക് ബ്ലോക്കിനകത്ത് പറ്റൂല എന്നല്ലേ നോക്കണ്ടേ. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ പ്രിന്റ് ചെയ്യിപ്പിച്ചു, എന്ത് കൺസോൾ ഡോട്ട് ലോഗിനകത്ത് ഐയും പ്രിന്റ് ചെയ്യിപ്പിച്ചു. അതുപോലെ ബ്ലോക്കിന്റെ പുറത്തും ഞാൻ എന്ത് ചെയ്യിപ്പിച്ചു, കൺസോൾ ഡോട്ട് ഐ. ഇത് രണ്ടും എനിക്ക് എന്ത് കിട്ടും, ആക്സസ് ചെയ്യും. അതായത് വേറെന്ന് പറയുന്നത് നോട്ട് ബ്ലോക്ക് സ്കോപ്പ് അല്ല, പക്ഷെ എന്താണ്, ഫങ്ഷൻ സ്കോപ്പും ആണ് ഗ്ലോബൽ സ്കോപ്പും ആണ്. ഫങ്ഷൻ സ്കോപ്പ് എന്ന് വെച്ചാൽ എന്താണ്, ആ ഫംഗ്ഷന്റെ ഉള്ളിൽ മാത്രം, ഫംഗ്ഷന്റെ ഉള്ളിലാണ് ഡിക്ലെയർ ചെയ്തേക്കുന്നത് വെച്ചാൽ ആ ഫംഗ്ഷന്റെ ഉള്ളിൽ മാത്രം ആക്സസ് ചെയ്യാൻ പറ്റും. ഗ്ലോബൽ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഗ്ലോബലി ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തേക്കുന്നത് വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും, ഗ്ലോബലി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് വാറിന്റെ സ്കോപ്പ്. ഇത് മനസ്സിലായോ? കൺഫ്യൂഷൻ ഉണ്ടോ? ചെയ്തു നോക്കട്ടെ. ചെയ്ത് നോക്കണം. സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തോട്ടെ. ഷെയർ ചെയ്യണം. സ്ക്രീൻ കാണാമോ? ഫംഗ്ഷൻ ഇങ്ങനെ കൊടുത്തു, ഗ്രീറ്റിംഗ്. എന്നിട്ട് ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഒരു ഫംഗ്ഷൻ വേരിയബിൾ കൊടുത്തു. എന്നിട്ട് ആ മെസ്സേജ് പ്രിന്റ് ചെയ്യിപ്പിച്ചു. ഫംഗ്ഷൻ്റെ ഉള്ളിൽ പറ്റി. ഓക്കെ, ഫംഗ്ഷൻ്റെ പുറത്ത് അത് പറ്റില്ല. കാരണം അതെന്താ, ഫംഗ്ഷൻ സ്കോപ്പാ. കാരണം എന്താ, ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് നമ്മളത് ഡിക്ലെയർ ചെയ്ത് വെച്ചേക്കുന്നത്, അല്ലേ? സേവ് ചെയ്യാത്തന്നെ വരാത്ത. എന്താണ് എറർ? ഓക്കെ, കുഴപ്പമില്ല. സേവ് ചെയ്തിരുന്നില്ല. ഓക്കെ.
ചെയ്ത് കഴിഞ്ഞാൽ പറയണേ. കഴിഞ്ഞോ? രണ്ടുപേരുടെയും കഴിഞ്ഞോ? വേറെ ഉണ്ട് നമ്മൾ ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ഇതുപോലെ ലെറ്റിന്റെ ചെയ്യാം. വേറെ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ഗ്ലോബൽ സ്കോപ്പും ആണ്, ഫങ്ഷൻ സ്കോപ്പും ആണ്. ഇനി നമുക്ക് ലെറ്റിന്റെയും കൂടെ ഇതേപോലെ ചെയ്ത് നോക്കാം. ലെറ്റ് എന്ന് പറയുന്നത് ബ്ലോക്ക് സ്കോപ്പാണ്. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലോക്കിന്റെ ഉള്ളിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ, ലെറ്റ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു എക്സാമ്പിൾ ജസ്റ്റ് ഇതേപോലെ തന്നെ ഇഫ് ട്രൂ ബ്ലോക്ക് ആണല്ലോ, അപ്പൊ ഞാനൊരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, അതിനകത്ത് ഞാൻ എന്ത് ചെയ്തു, ലെറ്റ് ആണ്. അപ്പൊ ലെറ്റ് എന്ത് ചെയ്തു, വി ഈക്വൽ ടു വിനിഷ. ലെറ്റ് വി ഈക്വൽ ടു വിനിഷ എന്ന് ജസ്റ്റ് എന്ത് ചെയ്ത് കൊടുത്തു, സേവ് ചെയ്ത് കൊടുത്തു, ഡിക്ലെയർ ചെയ്തു. അതിനുശേഷം ഞാൻ ആ ബ്ലോക്കിന്റെ ഉള്ളിൽ എന്ത് ചെയ്തു, കൺസോൾ ഡോട്ട് ലോഗ് വിനിഷ എന്ന് പ്രിന്റ് ചെയ്യിപ്പിച്ചു. അപ്പൊ എനിക്കതെന്താവും, വർക്കാവും. പക്ഷെ ഞാൻ എന്ത് ചെയ്യാണ്, ബ്ലോക്കിന്റെ പുറത്ത്, ഇതിനെയാണ് ബ്ലോക്ക് എന്ന് പറയുന്നത്, ഈ കേളി ബ്രേസസ്, ഈ ബ്ലോക്കിന്റെ പുറത്ത് ഞാൻ എന്ത് ചെയ്തു, കൺസോൾ ഡോട്ട് ലോഗ് വിന്ന് പ്രിന്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടില്ല, ഔട്ട്പുട്ട് കിട്ടില്ല. കാരണം എന്താ, ബ്ലോക്ക് സ്കോപ്പ് ആണ്, ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ബ്ലോക്കിനകത്ത് മാത്രമേ വരുള്ളൂ. ഇങ്ങനെ എറർ വരും, നെയിം ഈസ് നോട്ട് ഡിഫൈൻഡ്, നെയിം വി ഈസ് നോട്ട് ഡിഫൈൻഡ് പറഞ്ഞിട്ട് ഒരു എറർ വരും. ഓക്കെ, ഇതാണ് ബ്ലോക്ക്. ഇനിയിപ്പോൾ ഞാൻ ഇതൊരു ബ്ലോക്ക് എന്ന് പറയുന്നത് ഈ രണ്ട് ബ്രേസസിനകത്ത് വരുന്നതിനെല്ലാം നമ്മൾ ബ്ലോക്ക് എന്നാ പറയാം. ഇപ്പൊ ഞാൻ ഇനി ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്തു എന്ന് വിചാരിക്കും. ഇതിപ്പോ നമ്മൾ ഇഫ് യൂസ് ചെയ്തു, ഇനി ഞാനൊരു ഫോർ ലൂപ്പ് യൂസ് ചെയ്തു. ഫോർ എന്ത് ചെയ്തു, ലെറ്റ് ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 വരെ പ്രിന്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്ത് കൊടുത്തു, ഒരു ബ്ലോക്ക് അല്ല ഒരു ലൂപ്പ്. എന്നിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തു, ഐ എന്ന് പറഞ്ഞിട്ട് ഇൻസൈഡ് ദ ലൂപ്പ്, ഇത് ഇൻസൈഡ് ദ ലൂപ്പാന്ന് പറഞ്ഞു കൊടുത്തു. ഇൻസൈഡ് ദ ലൂപ്പ് പ്രിന്റ് ചെയ്യിക്കാൻ കൊടുത്തു. ഓക്കെ, ലൂപ്പിന്റെ ഉള്ളിൽ പ്രിന്റ് ചെയ്യിക്കാൻ കൊടുത്തു. സെയിം ഞാൻ എന്ത് ചെയ്ത് കൊടുത്തു, കൺസോൾ ഡോട്ട് ലോഗ് ഔട്ട്സൈഡ് ദ ലൂപ്പ്, ലൂപ്പിന്റെ പുറത്ത് പ്രിന്റ് ചെയ്യിക്കാൻ കൊടുത്തു. പുറത്ത് പ്രിന്റ് ചെയ്യിക്കാൻ കൊടുത്ത് എന്ത് കിട്ടില്ല, എനിക്ക് ആക്സസ് കിട്ടില്ല. നമുക്ക് നേരത്തെ ചെയ്ത സെയിം എറർ തന്നെ വരും. ഓക്കെ, ഇതേപോലെ തന്നെയാണ് ഇനിയിപ്പോൾ ഫംഗ്ഷന്റെ കേസും ഇതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ഫംഗ്ഷൻ ആണെങ്കിലും ഇതേപോലെ തന്നെ ഈ ബ്ലോക്കിന്റെ ഉള്ളിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലെറ്റ് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ബ്ലോക്കിന്റെ ഉള്ളിലാണ് നമ്മൾ ലെറ്റ് ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്നത് വെച്ചാൽ. സെയിം ഇതേപോലെ തന്നെയാണ് കോൺസ്റ്റും ലെറ്റും സെയിം തന്നെയാണ്. പക്ഷെ ഒരു ഡിഫറൻസ് ഉണ്ട്. ഞാൻ എന്ത് ചെയ്ത് കൊടുത്തു, കോൺസ്റ്റ് വെച്ചിട്ട് ഞാൻ ഫോർ ലൂപ്പ് ചെയ്യാണ്. കോൺസ്റ്റ് ആണ്, കോൺസ്റ്റ് വെച്ചിട്ട് ഞാൻ ഫോർ ലൂപ്പ് ചെയ്യാം. അത് പോസിബിൾ ആണോ എന്നാലോചിച്ചേ. എന്താ കോൺസ്റ്റ് എന്ന് പറയുന്നത്, വാല്യൂ എപ്പോഴും ഇതിൽ അപ്ഡേഷൻസ് പോസിബിൾ അല്ല. അപ്പൊ എന്ത് ചെയ്യില്ല, വർക്ക് ചെയ്യില്ല. കോൺസ്റ്റ് എപ്പോഴും എന്തായിരിക്കണം, കോൺസ്റ്റന്റ് ആയിരിക്കണം. പക്ഷെ നമ്മളിവിടെ എന്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അപ്ഡേറ്റ് ചെയ്യാൻ J++ ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ബാക്കിയെല്ലാം കോൺസ്റ്റ് ലെറ്റും സെയിം ആണ്. പക്ഷെ എന്ത് ചെയ്യില്ല, ഫോർ ലൂപ്പിനകത്തൊന്നും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ഇത്രയും മനസ്സിലായോ? ഇതും കൂടെ ഒന്ന് ചെയ്തു നോക്ക്.
ചെയ്ത് കഴിഞ്ഞോ? ചെയ്തു. മനസ്സിലായോ സ്കോപ്പ് ഓഫ് വേരിയബിൾസ്? മനസ്സിലായി. കുറച്ചധികം രണ്ടുപേർക്കും ഓക്കെ അല്ലേ? കുറച്ചധികം പ്രോഗ്രാംസ് ആദ്യം എല്ലാം കൂടെ ഒരൊറ്റ പ്രോഗ്രാമിൽ ചെയ്തു, പിന്നെ വേറിൻ്റെ മാത്രം എടുത്തിട്ട് നമ്മൾ ചെയ്തു, ലെറ്റിൻ്റെ എടുത്ത് ചെയ്തു, കോൺസ്റ്റന്റ് പിന്നെ വേറും സെയിം ആണ്. ഈ ഒരു ലൂപ്പിങ്ങിൻ്റെ മാത്രമാണ് ചേഞ്ച് ഉള്ളൂ. കാരണം എന്താ, ചേഞ്ച് ആവില്ല. കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വേരിയബിൾ ആണ്. ഓക്കെ, ഉള്ളത് സ്ട്രിങ് മെത്തേഡ്, സ്ട്രിങ്സ് ആണ്. കാര്യം ചെയ്യാൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം ഫ്രഷ് ആയിട്ട്. സ്ട്രിങ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. സ്ട്രിങ്സും ഒബ്ജക്റ്റും ഒരുമിച്ച് എടുക്കാം. ഓക്കെ, അപ്പം ഇന്ന് ഇത്രയും മതി. ഓക്കെ അല്ലേ? ഓക്കെ, ശരി, ബൈ. വിനിഷ ഒന്ന് സ്റ്റേ ബാക്ക് ചെയ്യാം. വിനിഷ, ഈ ക്ലാസ് എന്ന് വരെ ഉണ്ടാവും വിനിഷ? ക്ലാസ് ഇത് പ്ലേ റൈറ്റ് 2 month അല്ലേ? 2 month ആണ്. ഇതിപ്പം നമ്മള് December 3rd സ്റ്റാർട്ട് ചെയ്തപ്പം Feb 3rd വരെ ആയിരിക്കും. കറക്റ്റ് 3rd ആവോ? ചിലപ്പോൾ മേ ബി അതിന് മുന്നേ തീരാം, അല്ലെങ്കിൽ ചിലപ്പോൾ ലാഗ് ആവുകയാണെങ്കിൽ ഇപ്പം നമ്മൾ പ്ലേ റൈറ്റിലേക്കൊക്കെ കിടക്കുമ്പോൾ പറയാം എങ്ങനെയാണെന്ന്. ചെയ്യുന്നതിനനുസരിച്ചിരിക്കും നമ്മൾ. ഇപ്പൊ ജാവാസ്ക്രിപ്റ്റ് ഒരു 2 week ആണ്. ഞാൻ 3rd സ്റ്റാർട്ട് ചെയ്തെങ്കിലും ആദ്യത്തെ ക്ലാസ്സിൽ ആരോട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യത്തെ 2 ക്ലാസ്സിൽ, പിന്നത്തെ ക്ലാസ്സിൽ ആര്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു ക്ലാസ്സിൽ ശ്രീജ്യോതി വന്നപ്പോൾ ശ്രീജ്യോതിക്ക് റിപ്പീറ്റ് ചെയ്തു. അങ്ങനെ കുറച്ച് ലാഗ് ആയിട്ടുണ്ട്. അപ്പം കറക്റ്റ് നമുക്ക് 3rd തീരുമെന്ന് പറയാൻ പറ്റില്ല. ചോദിച്ചെന്താന്ന് വെച്ചാൽ ഞാൻ മെറ്റേണിറ്റി ലീവിലാണ്. അപ്പൊ ആ ലീവ് കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യണോന്ന് അറിയാനാ ചോദിച്ചു. ഓഫീസിൽ പോയി തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ടൈമില് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. വിനിഷ തന്നെയാണോ രാത്രിയിലത്തെ ബാച്ച് എടുക്കുന്നത്? ഞാൻ തന്നെ എടുക്കുന്നത്.